ഹായ് ഹലോ ഗൈസ്, മ്യൂസിക് കഫേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഗസ്റ്റിൻ്റെ വലിയൊരു ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല, പ്രോമോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെയൊക്കെ സ്വന്തം ഉണ്ണിച്ചേട്ടനാണ് നമ്മുടെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഉണ്ണിച്ചേട്ടാ, വെൽക്കം ടു മ്യൂസിക് കഫേ. ഓക്കെ, ഹാപ്പി വിഷു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിഷു വിശേഷങ്ങൾ? ജയഗണേഷ് എന്ന സിനിമ റിലീസായി, ഗെറ്റിംഗ് റിയലി ഗുഡ് ഫീഡ്ബാക്സ്. ഞാൻ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം റിലീസായ സിനിമയാണ്. ഓൾമോസ്റ്റ് ഒരു വർഷം, മോർ ദൻ 1 year ആയി. അപ്പോൾ വെരി ഹാപ്പി, നല്ലൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞു. പുതിയ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. ഗംഭീര ഫീഡ്ബാക്കാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ GCC ഒക്കെ റിലീസാവും. സോ അതിൻ്റെ തിരക്കിലാണ്. ചേട്ടൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ടാവും, ഒരുപാട് പേര് ഒരുപാട് കഥകൾ പറയാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നിന്നും ജയഗണേഷ് എനിക്ക് പറ്റുന്ന സിനിമ അല്ലെങ്കിൽ എൻ്റെ സിനിമയാണെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? കഥ ഇഷ്ടമായതുകൊണ്ടാണ്. സിമ്പിളാണ്, ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല കാര്യങ്ങൾ. കഥ ഇഷ്ടപ്പെട്ടു. ഇവൻച്വലി അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ബേസിക്കലി മാളികപ്പുറം കഴിഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് ഐ ഫെൽ ദാറ്റ് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടി ചെയ്താൽ നന്നായിരിക്കും തോന്നി. അതിൽ നല്ല കഥയായിരിക്കണം, പ്രൈമറിലി എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ടായിരിക്കണം, ആൻഡ് നല്ലൊരു ടീമിൻ്റെ ഒപ്പം ചെയ്യണമെന്നും കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ രഞ്ജിത് ശങ്കർ കോൺടാക്ട് ചെയ്തു. വി സെറ്റ് ഓവർ ഇറ്റ്, ഇഷ്ടപ്പെട്ടു. ഞാനും രഞ്ജിത്താണ് പടം പ്രൊഡ്യൂസ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് UMF സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സോ ടു മെനി റീസൺസ്, നല്ല സിനിമ ആയതുകൊണ്ടും നല്ല കഥയായതുകൊണ്ട് സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഗട്ട് ഫീലിംഗ്. നമുക്ക് ഒരു കഥ കേൾക്കുമ്പോൾ ഇത് സാധാരണ ഒരു കുടുംബ പ്രേക്ഷകന് ഇത് ഇഷ്ടപ്പെടും എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ചെയ്തത്. ഓക്കെ ചേട്ടാ, നമ്മളിങ്ങനെ ട്രെയിലറും ടീസറും സിനിമയിലും ഒക്കെ ത്രൂ ഔട്ട് ചേട്ടൻ വീൽ ചെയറിലാണ് ത്രൂ ഔട്ട്. അപ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഈ ക്യാരക്ടർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്? ഇമോഷണൽ ചാലഞ്ച് ആയിരുന്നു കൂടുതലും. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെനിക്കൊരു ഇങ്ങനെ ഒരു പാത്തോ ഒരു വയ്യാത്തൊരാളുടെ ഒരു സങ്കടം പിടിച്ചൊരു കഥ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് നമ്മളെപ്പോലെ തന്നെയാണ്. ദാറ്റ് ഈസ് ഒരു സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ എങ്ങനെയൊക്കെയോ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റേഷൻ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ജീവിതം ജീവിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് ഐ തിങ്ക് നമ്മളെക്കാളും കൂടുതലാണ്. മെൻ്റൽ സ്ട്രെങ്ത്, ഇതൊക്കെ ഞാൻ സംസാരിച്ച ആൾക്കാരും ഞാൻ ഒബ്സർവ് ചെയ്ത കൂട്ടത്തിലും എല്ലാം ഐ ജസ്റ്റ് ഫെൽ ദാറ്റ് നമ്മളെപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരായി മാറി. ആൻഡ് അവർക്ക് ഒട്ടും ഒരു കംപ്ലയിൻറ്റ് ഇല്ല, അറ്റ്ലീസ്റ്റ് ഉണ്ടെങ്കിലും കാണിക്കാറില്ല. ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് ലൈഫിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ പേഴ്സണലി ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയല്ലോ, ഞാനിങ്ങനെ ഐ എം നോട്ട് സപ്പോസ് ടു ഗോ ത്രൂ ദിസ് എന്നൊക്കെ ചിന്തകൾ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്. പോസ്റ്റ് ജയഗണേഷ് അങ്ങനെ ഒരു തോട്ടേ ഇല്ല. സത്യത്തിൽ ഇപ്പോൾ സിനിമ റിലീസായി എന്നെ തൊട്ട് മുന്നേ എനിക്കൊരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. ബിക്കോസ് ഞാൻ ചെയ്യേണ്ടത് മിനിമം അല്ലെങ്കിൽ മാക്സിമം എന്താണ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് വിധിച്ചത് എന്താണ്, ദാറ്റ് ഈസ് നല്ല സിനിമ, നല്ല അഭിപ്രായം, അല്ലെങ്കിൽ വാട്ട് എവർ ബീറ്റ്. ഞാൻ പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ലെവലിൽ ഒരാളായി മാറി ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിൽ. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ജയഗണേഷ് എന്ന സിനിമ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് തിയേറ്ററിൽ പോകാനുള്ളൊരു സംവിധാനം പോലും ഇല്ല. കൃത്യമായിട്ട് എൻ്റെ സിനിമ ഒരു 50 പേർക്ക് തിയേറ്ററിൽ കാണാനുള്ള സംവിധാനം കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയും ഇല്ല. സോ ആ സൊസൈറ്റി ഡിസൈൻഡ് ആൻഡ് പ്ലാൻഡ് ആൻഡ് എൻജിനീയർഡ് മൊത്തത്തിൽ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായത്. എന്ന് വെച്ചാൽ ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സോ ഐ തിങ്ക് ഈ സിനിമയിലൂടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സിനിമയ്ക്ക് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുവാണെങ്കിൽ ഐ തിങ്ക് വിൽ ബി എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ് അതായിരിക്കും. ഉണ്ണിച്ചേട്ടൻ്റെ ഇങ്ങനെ ഫാൻസ് അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരുടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കാണും. അതായത് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാലേ, ഒരു കുട്ടി ആരെയാ കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഉണ്ണിമുഖത്തെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. അത് അത്യാവശ്യം ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആണ്. ഉണ്ണിച്ചേട്ടൻ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ഞാൻ പറഞ്ഞ പോലെ 70 years ഓൾമോസ്റ്റ് ആവുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ആ ഒരു അത്രയും സ്പേസിൽ ഉണ്ണിച്ചേട്ടൻ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അത് ഭയങ്കര ബ്ലെസ്സിങ് അല്ലേ? മേപ്പടയൻ എന്ന സിനിമ ഒരു 28 വയസ്സ് കഴിഞ്ഞ് അപ്പുറത്തുള്ള ആൾക്കാർക്കാണ് കൂടുതൽ കണക്റ്റ് ആവുക. ബിക്കോസ് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പയ്യനെ സംബന്ധിച്ചോളം അത് വലിയൊരു സംഭവമാണ്. അത് വെൻ യു സ്റ്റാർട്ട് ഏർണിങ് എന്തെങ്കിലും ഒരു പോയിന്റിൽ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെങ്ങൾക്ക് വേണ്ടിയിട്ടോ വീട് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരാൾക്ക് മേപ്പടയൻ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതിന് താഴെ കണക്റ്റ് ആവാൻ സാധ്യതകൾ വളരെ കുറവാണ്, അൺലെസ് യു ഹാവ് എ സർട്ടൻ കൈൻഡ് ഓഫ് എ
ബാക്ക് സ്റ്റോറി, ദാറ്റ് ഈസ് ഭയങ്കരമായി കഷ്ടപ്പെട്ട് ജീവിച്ചു എന്ന അച്ഛൻ്റെ മകനായോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടികൾക്ക് മാത്രമേ അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് ജയകൃഷ്ണന് നോ പറയാൻ ഇത്ര മടി. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ഈ നായകന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഞാൻ പറയും, നോ പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരില്ല, അതിൽ ഒരാളെൻ്റെ അച്ഛനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കഥ കേട്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇത്രയും പെട്ടെന്ന് ഞാൻ കൺവിൻസ്ഡ് ആയിപ്പോയി. ബിക്കോസ് വീട്ടിലതിന് ഒരു ജയകൃഷ്ണൻ ഉണ്ട്. മാളികപ്പുറം കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് 2 ചെറിയ കുട്ടികളാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ്. യൂസി ഞാനിതിലൊരു സൈഡ് ക്യാരക്ടറാണ്. മാളികപ്പുറം കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എന്നെ ഒരു കുട്ടി കണ്ടപ്പോൾ ഓടി എന്ന് പറഞ്ഞു, കല്ലു ചേച്ചിയുടെ അങ്കിളല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ പിന്നെ ഞാൻ ഓർത്ത് മാളികപ്പുറത്തിൽ ദേവനന്ദൻ്റെ പേര് കല്ലു എന്നും ഞാൻ. അപ്പോൾ എത്രയോ കുട്ടികൾ വിചാരിക്കുകയാണ് ഈ ശബരിമല പോകുമ്പോൾ ഇങ്ങനെ ചേട്ടന്മാർ പിടിക്കാൻ വരും. ഞാൻ അവർക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് കാണുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്നത്, അങ്ങനെ ഇപ്പോൾ ശബരിമല പോകണം, പോകുമ്പോൾ ഇങ്ങനെ ആരും വരില്ല, ഇതൊക്കെ സിനിമ ആയതുകൊണ്ട് അങ്കിളിങ്ങനെ കാണിച്ചല്ലോ. ഒരു കുട്ടി പറയാണ്, വൈ ഡിഡ് യു ബീറ്റ് ദാറ്റ് അങ്കിൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കല്ലുവിനെ കൊണ്ടുപോകില്ലേന്ന്. അപ്പോൾ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ചെറിയ കുട്ടികളാണ് ഇത്തരം കഥകൾ കേൾക്കാനും അല്ലെങ്കിൽ മേ ബി ആ ഒരു സിനിമയുടെ സക്സസ് ഇസ് ദാറ്റ് അത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി. മുതിർന്നവരാണെങ്കിലും ഒരുപാട് അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയും അവർക്ക് ശബരിമല പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. വെൻ വി മേഡ് ഷുവർ ദാറ്റ് അതൊരു അത്തരത്തിൽ തന്നെ അത് ആൾക്കാർ കൺസീവ് ചെയ്യുന്നു. ഒരുപാട് പേര് അതിനെ ആ രീതിയിൽ സിനിമയായിട്ട് തന്നെ കണ്ട് എന്നാൽ ഒരു ട്രാൻസ്ഫോർമെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്ത സിനിമ ആയതുകൊണ്ട് മേ ബി കുട്ടികൾക്കും ഫാമിലീസിനും കുറച്ചും കൂടി എന്നോട് ഈ അടുത്തായിട്ട് ഒരിഷ്ടം തോന്നിയിട്ടുണ്ട്. ഈ അടുത്തായിട്ടല്ലല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞത്, ഇപ്പം സ്റ്റൈല് പോലത്തെ സിനിമകളൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് പിള്ളേർ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. യെസ് യെസ് ഞാൻ എന്നാലും ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് ഇത് എപ്പോഴും ഒരു സിനിമ നടൻ്റെ എങ്ങനെയാണെന്ന് പറയുക. ഐ തിങ്ക് ഈ പാസ്റ്റ് ഗ്ലോറിയിൽ ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. മാളികപ്പുറം കഴിഞ്ഞു 1 വർഷമായി, വാട്ട് നെക്സ്റ്റ്? ഇനി നല്ല സിനിമ ചെയ്താലാണ് ഈ ബേസിക്കലി കുടുംബങ്ങൾ സിനിമ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ദിൽ ഹാവ് ടു സ്പെൻഡ് അറൗണ്ട് 1000 to 2000 rupees. 4 പേര് പോവുകയാണെങ്കിൽ പിന്നെ യാത്ര, ഭക്ഷണം, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ വിഷുകാലത്ത് ഒരു സിനിമ കാണണം, ജയഗണേഷ് കാണണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സിനിമയാണെങ്കിൽ നല്ല ഓർമ്മകളായിരിക്കും. എല്ലാ കഴിഞ്ഞ വിഷുവിന് കണ്ട സിനിമ അടിപൊളിയായിരുന്നു, ഈ വിഷുവിന് പോകാം. അപ്പോൾ എൻ്റെ സിനിമ നന്നായാൽ അടുത്ത വർഷം വരാൻ പോകുന്ന സിനിമയും ബാധിക്കുന്ന കാര്യമാണ്. നെഗറ്റീവ് ആണെങ്കിൽ എൻ്റെ എല്ലാ സിനിമയും ബാധിക്കും. ഇപ്പോൾ മാളികപ്പുറം നന്നായെന്ന പേരിൽ കുറച്ച് പേര് വരും, ബട്ട് ജയഗണേഷ് ഹാസ് ടു ബി ഗുഡ്. അതൊരു ഭയങ്കര സിനിമ വ്യൂയിങ് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ ഇവൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. തിയേറ്ററിൽ പോയി സിനിമ കാണുക, പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ അത്രയും നല്ലൊരു ദിവസം അവർക്ക് വേണ്ടി 3 മണിക്കൂർ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് നന്നാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം കണ്ടെത്തി. ഇതെൻ്റെ വിശ്വാസമാണ് നല്ലൊരു സിനിമ ഞാൻ ചെയ്തു എന്ന്. പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുമ്പോഴും ഫാമിലീസിനെ ബാധിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എക്സ്പെൻസീവ് അഫെയർ. സമയം, ഇതെല്ലാം ഐ വാല്യൂ ഇറ്റ്. ചേട്ടൻ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനത് കണക്ട് ചെയ്ത് ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ മല്ലു സിംഗ്, മസലളിയൻ, വിക്രമാദിത്യൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ മാളികപ്പുറം, അങ്ങനെ നമ്മൾ ഒരുപാട് സക്സസ്ഫുൾ സിനിമകൾ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഭാഗമായിരുന്നു. ചേട്ടൻ സിനിമയിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള ചേട്ടൻ്റെ ഭാഗമാണ്. ഇപ്പം ചേട്ടൻ ചില സിനിമയിൽ ചെയ്ത ക്യാരക്ടർ രജിസ്റ്റർ ആവാറുണ്ട്. ഇപ്പം മിഖായിൽ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്തത്, ക്യാരക്ടർ രജിസ്റ്റർ ആവാറുണ്ട്. അപ്പം ഇത് കഴിയുമ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കൊരു ഭയങ്കര സക്സസ്ഫുൾ ഒരു സിനിമ ഇറങ്ങി. ഇപ്പോൾ മാളികപ്പുറം ഇറങ്ങിയിട്ട് 1.5 year ആയി. അടുത്ത സിനിമയാണ് ജയഗണേഷ് ഇറങ്ങുന്നത്. അപ്പോൾ അടുത്ത സിനിമ ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഇൻറ്റൻഷനലി നമ്മളത് ഇങ്ങനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുമോ നമ്മുടെ മനസ്സിലാ, ഇതും ശരിയാവണം അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആവണം, അങ്ങനെ ഒരു ഇന്റൻഷനലി അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റ് ഗ്ലോറിയിൽ ഒരു അർത്ഥമില്ല. എൻ്റെ എല്ലാ സിനിമയും നന്നാവണം, അല്ലെങ്കിൽ എന്തിനാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്നെ ഒരാൾ എന്തിനു ഇഷ്ടപ്പെടണം? വ്യക്തിപരമായിട്ട് കുറച്ച് പേർക്ക് എന്നെ അറിയുള്ളൂ, ബാക്കിയെല്ലാം ഒരു സിനിമാ നടൻ എന്നതിലുപരി എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഐ ഫീൽ എൻ്റെ സിനിമകൾ നന്നായിക്കൊണ്ടിരുന്നാൽ ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ സിനിമ അങ്ങനെ വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മലയാള സിനിമേനെ ഉപേക്ഷിക്കും, പ്രേക്ഷകനെ ഉപേക്ഷിക്കും എന്ന് വളരെ ക്ലിയർ കട്ട് ബോധ്യം എനിക്കുണ്ട്. സോ ദ എഫേർട്ട് ഇസ് ടു എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ജെന്യൂൻ എഫേർട്ട്. ലൈക്ക് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്
വിജയിച്ച സിനിമകളുടെ ലിസ്റ്റ് പറഞ്ഞു. ഇപ്പോൾ പരാജയപ്പെട്ട സിനിമകളും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ എഫേർട്ട് ഈ എല്ലാ സിനിമയിലും ഒരേപോലെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു ചെറിയ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഓക്കെ ചേട്ടാ, നമ്മുടെ റൗണ്ടിന്റെ പേര് സോനു പാപ്പടി എന്നാണ്. സോൻ പാപ്പടി. സോനു പാപ്പടി. ഇത് സോനു പാപ്പടി. ഓക്കെ, അപ്പോൾ സോനു പാപ്പടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സോനു പാപ്പടി ഉണ്ട് ഇവിടെ. സോനു പാപ്പടിയുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ആ ഫോട്ടോ പിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത ടൈമിലുള്ള ചേട്ടൻ്റെ മൈൻഡ് വോയിസ് എന്തായിരുന്നു? ഓക്കെ, അപ്പോൾ നമ്മൾ സോനു പാപ്പടി റൗണ്ടിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ സോനു പാപ്പടി. ഓക്കെ, ഈ ഫോട്ടോ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ പിക്ചർ. എന്ന് വെച്ചാൽ ഈ ടീഷർട്ട് മനോജിൻ്റെ ആണ്. മനോജ് ഈ ഫോട്ടോ എടുത്ത ആൾ എൻ്റെ ഫ്രണ്ട്, അവൻ്റെ ടീഷർട്ട് അത്. ഇത് ഞങ്ങളെന്നല്ല, ഇവന് മിസ്റ്റർ ഗുജറാത്ത് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങി, വർക്കൗട്ടൊക്കെ തുടങ്ങി. കാണുമ്പോൾ ഭയങ്കര മെലിഞ്ഞ ബ്രൂസ്ലി പോലത്തെ ബോഡിയായിരുന്നു. അപ്പോൾ ഇവൻ മിസ്റ്റർ ഗുജറാത്തിന് വേണ്ടി കമ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫാഷൻ ഷോ ഒക്കെ ആയിരുന്നു. നീ എൻ്റെ കൂടെ കൂടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ഇവൻച്വലി ഞാൻ ജയിച്ചുകൊണ്ടിരുന്നു, മനോജ് തോറ്റുപോയി ഇൻ ബിറ്റ്വീൻ. അങ്ങനെ എന്നെ ജയ്പൂരിലേക്ക് വിളിച്ചവർ. അപ്പോൾ ഇത് ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സെപ്റ്റംബർ 16 or 15 ഇത് യാത്ര. 2004 ഒരു സെപ്റ്റംബർ 15 ഞാൻ വണ്ടി കയറുന്നു. ഞങ്ങൾ ജയ്പൂർ എത്തുന്നു. ജയ്പൂർ ഭയങ്കര മഴയാണ്, അപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ആ ഇവൻ്റ് അറ്റൻഡ് ചെയ്ത് ഞാനത് ജയിക്കുന്നു. സെപ്റ്റംബർ 22 എൻ്റെ ബർത്ത്ഡേ ദിവസം. ആ സമയത്ത് മനോജ് എടുത്ത ഫോട്ടോ. എൻ്റെ ട്രെയിൻ യാത്രകൾ ലൈഫിൽ ഭയങ്കര സംഭവമുണ്ട്. ഞാനിങ്ങനെ പിന്നീട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഹമ്മദാബാദ് ടു തൃശ്ശൂർ വണ്ടി പിടിക്കുമ്പോഴും ഇങ്ങനെ അന്ന് കോങ്ങൺ റൂട്ടൊന്നും അത്രയും ആയിട്ടില്ല. സോ യൂസ് ടു ടേക്ക് 3 days 4 days ഒക്കെ ആയിട്ട്. ലേറ്റ് ആയി കഴിഞ്ഞാൽ 4 ഒക്കെ ആവും. ഭയങ്കര ജാംപാക്ക് 5 ദിവസമൊക്കെ ആയിട്ടുണ്ട്. സോ ഈ 4-5 ദിവസം ഇങ്ങനെ ട്രെയിനിൽ ഇരുന്നിങ്ങനെ ആലോചിക്കും, അവിടെ എത്തിയിട്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം, ഈ ഇൻ്റർവ്യൂവിൽ ഇത് പറയണം എന്നൊക്കെ. സോ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ക്യാൻസലാവും മീറ്റിംഗ്. അപ്പോൾ പിന്നെയും ഞാൻ ഇങ്ങനെ 5 ദിവസം 4 ദിവസം പിടിച്ച് തിരിച്ചു വരും. അങ്ങനെ ട്രെയിനിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടത് ട്രെയിനിലാണ്. ഇൻ ദാറ്റ് സെൻസ് ട്രെയിൻ യാത്രകളൊക്കെ ഭയങ്കര രസമാണ്. മനോജ് അതിന് ബാക്കിൽ മറ്റേ ഈ ചേട്ടൻ പുള്ളി ജയ്പൂർ അപ്പോൾ പുള്ളി വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ പുള്ളിയോട് പറയും മാറി നിൽക്കാൻ. ഇത് KL10 ഷൂട്ടിനിടയിൽ ഇതൊരു ആക്ച്വലി സീനിൻ്റെ ഷോട്ടാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം തിങ്കിങ് സംതിങ്. പക്ഷേ അഗൈൻ ഓർമ്മകൾ ഇതിനെക്കുറിച്ച് മൈൻഡ് വോയിസ് ഒന്നുമില്ല. സോറി, ഐ ഡോണ്ട് ഹാവ് എനി മൈൻഡ് വോയിസ്. പക്ഷേ ഞാൻ മസലളിയിൽ നിന്ന് ക്യാരക്ടർ ചെയ്തിട്ട് എനിക്ക് ഫുട്ബോൾ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിരിക്കാം. ഓക്കെ, ഐ എം മോർ ഓഫ് എ ക്രിക്കറ്റ് ഫാൻ. അപ്പോൾ ഈ മോസിൻ പരാരി എൻ്റെ അടുത്ത് കഥ പറഞ്ഞിട്ട് എന്തെങ്കിലും ചലഞ്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് ഫുട്ബോൾ കളിച്ചു. ഞാൻ ഡ്രിബ്ലിംഗ് പഠിച്ച സിനിമയാണ്. അപ്പോൾ 10 സെക്കൻഡ് പോലും ആ സിനിമയിൽ ഡ്രിബ്ലിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുഷിപ്പുണ്ടായിരിക്കണം എനിക്ക്. ഓടി എൻ്റെ മസിലൊക്കെ പോയ ഒരവസ്ഥയാണ്. പടയാ ബാല ബാലയുടെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ് ഇത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ ഷഫീഖിൻ്റെ സന്തോഷം. ഐ എം ഗ്ലാഡ് ഹി വാസ് ഹാപ്പി. ഞാനും സന്തോഷത്തിലായിരുന്നു. പിന്നെ അത്ര സന്തോഷകരമായ റിലേഷൻഷിപ്പ് ആയിരുന്നില്ല ഒരു പോയിന്റ് വരെ. നൗ ബാക്ക് ടു ഓൾ ഗുഡ്. നല്ലത്. ഓക്കെ, പിണറായി വിജയൻ സാറിൻ്റെ ഒപ്പം ഉള്ള ഫോട്ടോ ആണ് ഇത്. ഞങ്ങൾ ദുബായിൽ എവിടെയായിരുന്നു. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു കുറച്ച് പേര് ദാറ്റ് ഈസ് CM അവിടെ ഉണ്ട്, ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. ഞാൻ CM അപ്പോൾ നോക്കിയാൽ പിണറായി വിജയൻ സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഐ വെൻറ്റ് വെരി നൈസ്. പുള്ളി സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അന്ന് ബ്രിട്ടാസ് ഏട്ടൻ ഉണ്ടായിരുന്നു കൂടെ. എൻ്റെ ഐ തിങ്ക് മൈ ഓൺലി മീറ്റിംഗ് വിത്ത് ഹിം. വെരി വെരി നൈസ് രസമായിരുന്നു. അഗെയിൻ എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൈൻഡ് വാഷ് സംഭവം എനിക്കില്ല. ഞാൻ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറെ മൈൻഡ് വാഷ് പോകാറില്ല. ഞാൻ മാക്സിമം സ്ട്രെച്ചിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഞാൻ ജോൺസൺ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് വെരി ഓൾഡ് സ്കൂൾ ട്രെയിനിങ് മെത്തേഡ്. ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യും. ഇത് മാമാങ്കം സമയത്തിന് വേണ്ടി ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമാങ്കത്തിന് വേണ്ടിയിട്ടുള്ള സംഭവം.
അപ്പോൾ ഇങ്ങനെ എനിക്ക് കോമഡികൾ വേണമെന്നായിരുന്നു അല്ലേ, പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെ കോമഡി ഒന്നുമില്ല. ഇത് കോവിഡ് വാക്സിനേഷൻ ആണോ? കോവിഡ് വാക്സിനേഷൻ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ ബിൽഡ് ചെയ്ത സമയത്ത് ഇവർ ഈ വെയിൻ പിടിക്കുമ്പോൾ ഇത് വെയിൻ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം, ഇങ്ങനെ ഒറ്റടിയും ഇത്. പക്ഷെ ഇത്തവണ അവർ എവിടെയൊക്കെയോ എന്തോ ചെയ്യണ്ടായിരുന്നു, ആയിരുന്നു. ബട്ട് ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് പൊതുവെ ഇഞ്ചക്ഷനൊക്കെ ഭയങ്കര പേടിയാണ്. ആസ് എ ചൈൽഡ് ഞാൻ കുറച്ച് പ്രശ്നത്തിലായിരുന്നു. എന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും എനിക്ക് പനിയും ആസ്തമയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആസ്തമ ശരിയാക്കാൻ വേണ്ടി കഴിച്ച മരുന്ന് കാരണം ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരുന്നു. ദിസ് ഈസ് വാട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഏതോ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ വിഷസ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇവരെല്ലാവരും ഈ ഒരു എന്താ പറയുക ലെറ്റർ ബോക്സ് ആക്കിയിട്ട് വായിക്കാൻ പറഞ്ഞു. ഒരു പരിധി വരെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ വെരി നൈസ്. ബിക്കോസ് ഈ ഇന്നത്തെ കാലം ഈ വാട്സാപ്പ് ആൻഡ് ഡിജിറ്റൽ സ്പേസിൽ ഇങ്ങനെ കത്തുകൾ വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഐ തിങ്ക് ഈ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് പിള്ളേർ, അവർ എല്ലാവരുമായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് റൈറ്റ് ലെറ്റർ. ബിക്കോസ് ഐ സ്റ്റിൽ റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ടീച്ചേഴ്സ്. ഇങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കും. ടീച്ചേഴ്സ് ഡേ ഒക്കെ വരുമ്പോൾ ഒരു ഹാൻഡ് റിട്ടൺ ലെറ്റർ അയച്ചു കൊടുക്കും. അത് ഐ തിങ്ക് ആ ജനറേഷൻ കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ടീച്ചേഴ്സുമായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്റ്റിലാണ്. ഇത് മൈ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ഈ ഒരു മീറ്റിംഗ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ബിക്കോസ് എന്നോട് 7:30 മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന്. ഞാൻ നോക്കുമ്പോൾ മൈ ഗുഡ്നെസ്, ഞാൻ കുട്ടിക്കാലത്ത് കണ്ടതാ PM-നെ. അന്ന് ഞങ്ങളുടെ CM ആയിരുന്നു. പെട്ടെന്ന് മീൻസ് ഞാൻ ഒരിക്കലും ഐ വാസ് നോട്ട് സപ്പോസ് ടു ബി ദെയർ. ഭയങ്കര ഓർഗാനിക്കലി അവിടെ എത്തിപ്പെട്ടു. പുള്ളി ഗുജറാത്തിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് പിന്നെ എന്നോട് പറഞ്ഞു 7:30 മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ പറഞ്ഞു 7:30 മീറ്റിംഗ് ഉണ്ട് വരണം എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വാസ് ലൈക്ക് ത്രിൽഡ്. എൻ്റെ ലൈഫിൽ ഞാൻ 99% ഞാൻ ഓൺ ടൈം ആയി എല്ലായിടത്തും. ഈ ദിവസം പുള്ളി വന്നതുകൊണ്ട് ഇത്രയും തിരക്ക് കാരണം ഞാൻ 2 മണിക്കൂർ ലേറ്റായി. സോ ഞാൻ വിചാരിക്കുക രാജ്യത്തിന് പ്രധാനമന്ത്രി നമ്മളെ കാണണമെന്ന് പറയുന്നു, നമ്മൾ 10 മിനിറ്റ് അല്ല, നമ്മൾ 2 മണിക്കൂറാണ് ലേറ്റ്. ഞാൻ ഒരുപാട് ഐ വാസ് വെരി സാഡ്. ഐ മീൻ ഞാൻ പിന്നെ എങ്ങനെ ഓടിച്ചാടിയപ്പോൾ ഈവൻ പ്രോട്ടോകോൾ എല്ലാം മാറ്റി വെച്ച് പുള്ളി ഡിന്നർ സമയത്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്. ചേട്ടാ ഇത് ഈ പിക്ചർ ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തത് കണ്ട സമയത്ത് ഷെയർ ചെയ്തപ്പോൾ ചേട്ടൻ കൊടുത്തിരുന്ന ക്യാപ്ഷൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോങ് 45 minutes with the PM എന്നായിരുന്നു കൊടുത്തിരുന്നത്. സോ ചേട്ടാ ഞാൻ പേഴ്സണലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതർ ദാൻ പാർട്ടി പൊളിറ്റിക്സ് എവറിത്തിങ്, രാജ്യത്തെ പ്രധാനമന്ത്രിയെ കാണാനാണ് പോയേക്കുന്നത്. അതായത് നമ്മളുടെ കൂട്ടത്തിൽ ഒരാളാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയെ കാണാൻ പോയേക്കുന്നത്. അതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുമല്ല. അപ്പോൾ സോ നമുക്കറിയാൻ ആഗ്രഹമാണ് ഹൗ ഇസ് ഹി എന്നുള്ളത്. ഫാന്റാസ്റ്റിക്. ആസ് ഇൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഐ മീൻ ഈസ് വെൽ ഇൻഫോംഡ്. ഭയങ്കര ഒരു വിഷണറിയാണ്. വെരി ഓണസ്റ്റ്ലി ഇറ്റ്സ് സാഡ് ടു സീ സംടൈംസ് ദാറ്റ് ഈ മതം ആൻഡ് പൊളിറ്റിക്കൽ ബാരിയർ വിട്ട് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ എന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ എനിക്കിതിലിപ്പോൾ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും പ്രധാനമന്ത്രിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ രാജ്യസഭ ടിക്കറ്റ് കിട്ടുന്നു. അതൊക്കെ അങ്ങനെ ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ഇന്ത്യ വേറെ ലെവലിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒക്കെ ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് കുട്ടി കഴിച്ചിട്ട് ആൾക്കാർ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഐ ഫീൽ ഒരു ബിഗർ പിക്ചർ മിസ് ഔട്ട് ആവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നമ്മളെ കാണുമെന്ന് പറയുന്നത് വലിയ സംഭവമാണ്. ഐ വാസ് ജസ്റ്റ് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പോൾ ഐ തിങ്ക് രഞ്ജിത്തിൻ്റെ 15ാമത്തെ സിനിമയാണ്, 15th. ഓക്കെ, ഇപ്പം പാസഞ്ചർ ഉണ്ട്, സുധീവാത്മീകം, അങ്ങനെ പുണ്യാളൻ, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ എന്നോടിപ്പം രഞ്ജിത്ത് സാറിൻ്റെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ രാമൻ്റെ ഏതെന്തോട്ടം പറയും. എൻ്റെ ഒരു ഫേവറേറ്റ് മൂവി അതാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടനോട് രഞ്ജിത്ത് സാറിൻ്റെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ രാമൻ്റെ. പിന്നെ എനിക്ക് പുണ്യാളനും ഇഷ്ടമാണ്. പുണ്യാളൻ മറക്കാപ്പെടാം. എല്ലാ സിനിമയും നല്ലതാണ്. പേഴ്സണൽ ഫേവറേറ്റ്സ് അതൊക്കെയാണ്. ഐ തിങ്ക് രഞ്ജിത്ത് ഏറ്റവും ബെസ്റ്റ് റൈറ്റിംഗ് ജയഗണേഷാണ്. രഞ്ജിത്ത് വിൽ ഡെഫിനറ്റ്ലി റൈറ്റ് മോർ ബെറ്റർ സ്ക്രിപ്റ്റ്സ്. പക്ഷേ ടു ദ ഡേറ്റ് ഇത്ര ഇമോഷണലി ഡീപ്പ് ആയിട്ട് എഴുതിയ സിനിമ. ഒരുപാട് സീൻ നമ്മൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചത്. സ്ക്രിപ്റ്റ് എഡിറ്റഡ് ആണ്. ആ സ്ക്രിപ്റ്റ് തന്നെ ഭയങ്കര രസമാണ്.
ആൻഡ് ആസ് എ മൂവി ഇറ്റ്സ് വെരി ഗുഡ്. എൻ്റർടൈൻമെൻറ്റിന് മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ഡെപ്തുള്ള ക്യാരക്ടർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മളിങ്ങനെ നമ്മുടെ ജയഗണേഷിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് ട്രെയിലറാണോ ടീസറാണോ അതിനകത്ത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, മിന്നൽ മുരളിക്ക് ശേഷം പുതിയ സൂപ്പർ ഹീറോ ജയഗണേഷ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ഫാൻസിക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ ക്രോസ് മൂവീസ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഡെഡ്പൂൾ, വോൾവറിൻ വന്നല്ലോ, അപ്പോൾ അതുപോലെ മിന്നൽ മുരളി വേഴ്സസ് ജയഗണേഷ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി വരുമോ, അല്ലെങ്കിൽ അങ്ങനെ സ്പിൻ ഓഫ് മൂവി അങ്ങനെ വന്ന് ഇപ്പം ഉണ്ണിമുതൻ ഫിലിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന്? ചാൻസ് ഒട്ടുമില്ല. ബിക്കോസ് സിനിമ റിലീസായിട്ട് ഇതിപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും. സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ കാണണം. ബിക്കോസ് അങ്ങനത്തെ ഒരു നൗ മൂവി ഈസ് റിലീസ്ഡ്, എനിക്ക് അങ്ങനെ സസ്പെൻസ് ഒന്നും ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല. അത്തരത്തിൽ പോകേണ്ട ഒരു സിനിമകളല്ല ഈ രണ്ടും. ഒരു ഔട്ട് ആൻഡ് ഔട്ട് സൂപ്പർ ഹീറോ മൂവി ഗന്ധർവ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും. അതായിരിക്കും പിന്നെയും നമുക്ക് ഒരു പരിധി വരെ കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് അഗൈൻ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ മൂവി ഓൾ ടുഗദർ. ഓക്കെ ചേട്ടാ, ദെൻ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉള്ള നടൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നായകൻ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര മാസ് കമേഴ്ഷ്യൽ സിനിമകളായിരിക്കും. പക്ഷേ നായകൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കീഴിൽ വരുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കലാമൂല്യമുള്ള സിനിമകളായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കാക്കമിട്ട സിനിമ, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വെട്രിമാരൻ ധനുഷാണ്, കലാമൂല്യമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ ഫിലിം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉള്ള ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സോ എങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവികളാണ്, അതായത് എല്ലാം ഉണ്ണിച്ചേട്ടൻ സ്റ്റാറിങ് മൂവീസാണ് വരുന്നത്, അതർ ദാൻ ദാറ്റ് കലാമൂല്യമുള്ള സിനിമകൾ, അതായത് പുതിയ ഡയറക്ടേഴ്സ്, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ഇവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു കോൺസെപ്റ്റ് ഉണ്ടോ? എൻ്റെ ഏറ്റവും ഫസ്റ്റ് സിനിമ തന്നെ പുതിയ ഡയറക്ടറായിരുന്നു. കലാമൂല്യം ഉള്ള സിനിമ ആയതുകൊണ്ടാണ് വി വോൺ ദി നാഷണൽ അവാർഡ്. ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നതിന് മെയിൻ റീസൺ വെച്ചാൽ കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള സിനിമകളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പക്ക മെയിൻ സ്ട്രീം ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ എൻ്റർടൈനിങ് ആണെന്ന് ചോദിച്ചാൽ ആണ്. സോ ഇറ്റ്സ് എ 50-50 കൈൻഡ് ഓഫ് മൂവി. അപ്പോൾ അത്തരം സിനിമകൾ പുറമേ കൊടുക്കണേക്കാട്ട് നല്ലതാണ് ആ റിസ്ക് പൂർണ്ണമായിട്ട് നമ്മളെടുത്തിട്ട് നമ്മളൊരു ക്രിയേറ്റീവ് ജ്യൂസ് നമ്മൾ ആ റിസ്ക് ഫാക്ടർ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഭയങ്കര കമേഴ്ഷ്യലായ സിനിമകളും ഇപ്പോൾ UMF-ലൂടെ വരും. അത് ഇറ്റ്സ് ഓൺ ഗോയിങ്. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ തന്നെ അഭിനയിക്കണമെന്നില്ല എല്ലാ സിനിമയിലും. പക്ഷെ എൻ്റെ കമ്പനി ഒന്ന് ലാൻഡ് ചെയ്യിപ്പിക്കാനും അതിനെ പൂർണ്ണമായിട്ടൊന്ന് വാട്ട് ഡസ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ എന്ന് പ്രൂവ് ചെയ്യാനും ഞാൻ തന്നെ മുന്നിൽ വന്നു. വേറൊരു നടനെ അതിൽ കൊണ്ടുവന്ന് അയാൾക്ക് ടെൻഷൻ കൊടുത്ത് അത്തരം സിനിമകൾ പുൾ ഓഫ് ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. മേപ്പടിയാൻ എന്നെ സംബന്ധിച്ച് ഒരു വേറെ ഡിഫറെൻറ്റ് സിനിമയായിരുന്നു. അത് ഞാൻ ചെയ്തു. ഷഫീഖ് ചെയ്തു, അങ്ങനെ ഫാമിലി മൂവിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ജയഗണേഷ്, ഇറ്റ്സ് നോട്ട് എ വെരി ഈസി സ്ക്രിപ്റ്റ് ടു മേക്ക്. അതിനൊരു ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. ആ ഐഡിയ സെല് ചെയ്യാനും അതിൻ്റെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനും. വരാൻ പോകുന്ന സിനിമകൾ എനിക്ക് ടോട്ടലി ഒരു പുതിയ ആളെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ടോട്ടലി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു പുതിയൊരു നായകന് പുതിയൊരു നായികയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യണം. അത് UMF ചെയ്യും, ഒരു പടങ്ങളിൽ ചെയ്യും. എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഐ വിഷ് ദാറ്റ് എന്നിലൂടെ അങ്ങനെ ഒരു ഡയറക്ടറിനെ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ പടം ഷഫീഖിൻ്റെ സന്തോഷം, അതും ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറായിരുന്നു. അവിടെ 3 ഫിലിംസ് 2 സിനിമ നമ്മൾ പുതിയ ആൾക്കാരെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കണേ. ഓക്കെ ചേട്ടാ, നമ്മൾ ഇനി ചെറിയ വേറൊരു റൗണ്ടിലേക്ക് കിടക്കുകയാണ്. റൗണ്ടിന്റെ പേരാണ് ജിഗർ ദാണ്ട റൗണ്ട്. എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഉണ്ണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു ക്രിക്കറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന്. ഭയങ്കര ക്രിക്കറ്റ് ഫാനാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ IPL നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ ഉണ്ണിച്ചേട്ടൻ ഒരു IPL ടീം ഫോം ചെയ്യാന്ന് വെച്ചു. നമ്മുടെ ക്രിക്കറ്റേഴ്സിൽ ആരൊക്കെ ഉണ്ടാവും? ആരായിരിക്കും അതിന്റെ ക്യാപ്റ്റൻ? സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻ. പിന്നെ ഒബ്വിയസ്ലി സൗരവ് ഗാംഗുലിയും സച്ചിൻ സർ ഓപ്പണിംഗ്. സച്ചിൻ സർ ഓപ്പണിംഗ്. പിന്നെ സനാജ് ജയസൂര്യ, ഗിൽക്രിസ്റ്റ്, ധോനി, ഷോയബ് അക്തർ, പിന്നെ ബ്രെറ്റ്ലി, ഷെയ്ൻ വോൺ, ജാക്ക് കാലിസ് ആൻഡ് വിരാട് കോഹ്ലി. ഇപ്പോഴത്തെ കോഹ്ലി 11 പേരായില്ലേ? ഞാൻ സൗരവ് ഗാംഗുലി കളിച്ചുകൊണ്ടിരിക്കുന്നവരെ പുള്ളി ഏത് ടീമായിരുന്നു? അപ്പോൾ KKR ആയിരുന്നു. പുള്ളി ക്രിക്കറ്റ് വിട്ടതിന് ശേഷം അങ്ങനെ ക്രിക്കറ്റ് ഫോളോ ചെയ്യാറില്ല. ഞാൻ പണ്ട് അങ്ങനെ ക്രിക്കറ്റ് കാണുന്നത് കുറവായിരുന്നു. എനിക്ക് ഗാംഗുലി ബാറ്റ് ചെയ്യുമ്പോൾ വരും, നോക്കും, അങ്ങനെ എൻജോയ് ചെയ്യും. പിന്നെ ഗാംഗുലി റിട്ടയർമെന്റ് എടുത്തപ്പോൾ തൊട്ട് പിന്നെ അങ്ങനെ വലിയ ക്യാച്ചില്ല. ഓക്കെ, സോ ചേട്ടൻ ലാസ്റ്റ് എസ് പറഞ്ഞ 3 കാര്യങ്ങളും ചേട്ടൻ ലാസ്റ്റ് നോ പറഞ്ഞ 3 കാര്യങ്ങളും. എസ് പറഞ്ഞ 3 കാര്യങ്ങൾ
ഈ ഇൻ്റർവ്യൂ. പിന്നെ എസ് എന്നാ പറഞ്ഞത്, മാർക്കോ എൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഡേറ്റ് യെസ് 3-ാം തീയതി, മെയ് 3-ാം തീയതി തുടങ്ങും, യെസ് പറഞ്ഞു. പിന്നെ ഞാൻ ഓർക്കുന്നില്ല നോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നോട് പറഞ്ഞ് ഈ ഡ്രസ്സല്ല, കുറച്ചും കൂടി എന്താ പറയുക, വിഷു ട്രഡീഷണൽ ടച്ച് വരുന്ന ഡ്രസ്സാണ്. പാതി വഴിക്ക് എത്തിയപ്പോൾ എനിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു നോ. ഓക്കെ, ഞാൻ തിരിച്ചു പോയി വന്ന് ലേറ്റ്. ഓക്കെ, ഓണസ്റ്റ് റിപ്ലൈ ആയിരുന്നു. ഇനി ചേട്ടാ, ഇനി അതായത് ചേട്ടൻ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടു എന്ന് വെച്ചോ, ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിൽ പെട്ടു. അപ്പം ചേട്ടൻ്റെ കയ്യിൽ 2 കോണ്ടാക്റ്റേ ഉള്ളൂ ഫോണിൽ. ഒന്ന് കോട്ടയം കുഞ്ഞച്ചൻ്റെയും ഒന്ന് ആടുതോമയുടെയും. ചേട്ടൻ ആരെ വിളിക്കും? ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് അവിടുന്ന് കിട്ടും. ചേട്ടൻ ഇപ്പോൾ ഒരു ടൈം മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ പോയിട്ട് ചേട്ടൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ഞാൻ പാസ്റ്റിൽ പോയിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന് നോ പറയണായിരുന്നു. ഞാൻ അതല്ല, ഞാൻ കുറച്ചും കൂടി ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ആർമി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് വെരി പോർലി ഹാൻഡിൽഡ്. അപ്പോൾ അത് ഞാൻ മാറ്റിയാണ്. അടുത്ത ചോദ്യമേ, നമ്മൾ GP ചേട്ടനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞങ്ങൾ ചോദിച്ചു ഫുഡ് അടിക്കാൻ കമ്പനി ചോദിച്ചു. അപ്പോൾ GP ചേട്ടൻ തിരിച്ച് റിപ്ലൈ തന്നു, ഉണ്ണിമുതിര ഞാൻ ഒരിക്കലും പറയത്തില്ല, ഉണ്ണിമുതിര ഞാൻ ഫുഡ് അടിക്കാൻ കൂട്ടുകയില്ല, അത് സ്വീറ്റ് ഇത് എന്ന് പറയും, സോ ഉണ്ണിമുതിരല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ആൻസർ പറഞ്ഞു. സോ ചേട്ടൻ ഫുഡിയാണോ? ബിഗ് ടൈം ഫുഡി ആക്ച്വലി. ഞാൻ എക്സസൈസ് ഇത്രയും ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ഞാൻ ഇത്രയധികം ഫുഡ് കഴിക്കുന്നുണ്ടാണ്. ബേസിക്കലി നിങ്ങൾക്ക് മസിൽ പുട്ടപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാലറി ഇൻടേക്ക് ഒക്കെ വേണം, നല്ല ഫുഡ് കഴിക്കണം. ഞാൻ എപ്പോഴും ഒരു വാട്സ്ആപ്പ് സ്റ്റേറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു, ജിലേബി ഉണ്ടാക്കുന്ന ആ ടൈമില്. ഞാൻ ജിലേബി ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആളാണ്. ഒരു കാച്ചി ക്യാപ്ഷനും ഉണ്ടായിരുന്നു. സോ അത് തിങ്സ് ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻഡൽജ് ചെയ്യാറില്ല. ഇങ്ങനെ എവറി ഡേ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും അതിനെ സ്പെഷ്യലായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് വരുമ്പോൾ എന്നാൽ പിന്നെ ഇന്നൊരു ബിരിയാണി കഴിച്ചേക്കാം. അപ്പോൾ ഈ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഇമ്മീഡിയറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ മൊമെൻറ്റിന് വേണ്ടി മാറ്റി വെക്കണം എന്നാണ്. സോ യു ഹാവ് ദാറ്റ് സെൻസ് ഓഫ് റെസ്പെക്ട് ടു ദാറ്റ്. അത് നല്ല ഭക്ഷണമാണെങ്കിലും എസ്പെഷ്യലി ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ വെയിറ്റ് ഫോർ ഇറ്റ്. ഞാൻ കുറച്ച് ഡയറ്റ് ചെയ്ത് പ്രോപ്പർലി വെയിറ്റ് കട്ട് ചെയ്ത് മസ്കുലറായിട്ട് ഞാൻ ഒരു ദിവസമായിട്ട് നല്ല സദ്യ കഴിക്കും. സോ എനിക്ക് തോന്നുന്നു ഓഫ് വർത്ത് ഇറ്റ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്കൊരു ബിരിയാണി കഴിച്ച് തിന്ന സ്ഥലത്ത് ഞാൻ നല്ല ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് GP ചിലപ്പോൾ പറയുമ്പോൾ അത് കഴിക്കുന്നത് ഞാൻ ചിലപ്പോൾ അത് കഴിക്കാതിരിക്കും. ബിക്കോസ് പിന്നെ ഡയറ്റും ഡിസിപ്ലിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഫീൽ വിത്ത് ഏജ് യു ഹാവ് ടു ബി ലൈക്ക് റിയലി ഡിസിപ്ലിൻഡ്. അത് ഇപ്പോൾ അറിയില്ല, എനിക്ക് എൻ്റെ 60 വയസ്സാകുമ്പോൾ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അതിനകത്ത് ചേട്ടൻ്റെ ഒരു ഫിലിമിൽ ഉള്ള ഫ്രണ്ട്സിൽ ആരെ ആ ഒരു ഓപ്ഷനിൽ പിക്ക് ചെയ്യും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചേട്ടന് ഫുഡ് അടിക്കാൻ കമ്പനി ആരാ? മേ ബി ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് പൃഥ്വിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളി ഫുൾ ടൈം ജിമ്മിൽ പോകുന്ന ആളൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഈസ് മച്ച് അവെയർ. മേ ബി ഫോർ എ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് പൃഥ്വിരാജ് ആയിരിക്കും. ഓക്കെ, ഡ്രൈവിന് പോവാൻ ഈ അടുത്തായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാൾ ഹനീഫ ദീനിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആൾക്കാരാണ്, എന്നാലും പുള്ളിയുടെ ഒപ്പം ഡ്രൈവിനൊക്കെ പോവാം. സെയിം ടേസ്റ്റ് ഓഫ് മ്യൂസിക്, സിനിമകൾ, ഓൾമോസ്റ്റ് അപ്രോച്ച് ഇൻ ലൈഫ്, അതൊക്കെ ഹനീഫ്. ഓക്കെ, വർക്കൗട്ട് എനിവടി ആരായാലും കുഴപ്പമില്ല. ടോവിനെ വിളിക്കാം, ടോവി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. ടോവിനോ ചേട്ടൻ ദേഷ്യം വന്നേ, പെട്ടെന്ന് ഇപ്പം ദേഷ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷെ അത് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു വിളിച്ചാലും അത് കെയർ ചെയ്യാതെ അങ്ങനെ പറയുന്ന ഒരു ഫ്രണ്ട് ആരാ? ഫ്രണ്ട്സിനോട് അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് സംഭവിച്ചേക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപ് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്, ഇപ്പോൾ അഹമ്മദാബാദിലാണ്. പക്ഷെ അവനുമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറ്റ്സ് വെരി സ്ട്രേഞ്ച് ദാറ്റ് അങ്ങനെ വെരി റെയർ എന്തെങ്കിലും സംസാരിച്ചെന്നല്ലാതെ വെരി ഭയങ്കര ടച്ച് വുഡ്. ഫിലിംസിൽ അങ്ങനെ ഇല്ല. നോബഡി. നമുക്ക് വിയേർഡ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ആരാ? എന്താ ഈ അനൂപ്. ഫിലിമിൽ ആരുമില്ല? ഫിലിമിൽ വിയേർഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ചേട്ടൻ്റെ ഫിലിം ഫ്രണ്ട്സിൽ ഡയറ്റ് ബ്രേക്ക് ചെയ്യാൻ ചേട്ടൻ ഒന്ന് ഫോഴ്സ് ചെയ്യുന്നേ, ഒന്ന് കഴിക്കും ഒരു ദിവസത്തേക്കല്ലേ വാ കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യുന്ന ആരാ? എല്ലാവരും. ചാക്കോച്ചനൊക്കെ പറഞ്ഞോളാം ചിലപ്പോൾ.
എന്നിട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും വീണിട്ടുണ്ടോ അതിനകത്ത്? നോ നെവർ. ആ ഓക്കെ. എങ്ങനെയാ അത് റെസിസ്റ്റ് ചെയ്യുക? നമ്മുടെ ചുറ്റിനുള്ളവർ നമ്മളിങ്ങനെ നിർബന്ധിക്കുക കഴിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് റെസിസ്റ്റ് ചെയ്യുക? ഞാൻ ഫുഡ് മേടിക്കും, പക്ഷെ കഴിക്കൂല. ഐ മീൻ ഐ മേക്ക് ഷുവർ ദാറ്റ് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. ഭയങ്കരമായിട്ട് ഇൻഡൽജ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ചെയ്യില്ല. ബിക്കോസ് എന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ടോട്ടലി ലൈക്ക് മാറ്റർ ചെയ്യും. എനിക്കറിയാം ഇത് കഴിച്ചാൽ ഗുണത്തേക്കാൾ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നു. നമുക്കത് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് ചെയ്യാൻ പാടാണ്. ഞാൻ പക്ഷേ ഒരു 4-5 മാസം ട്രെയിനിങ് ചെയ്തിട്ട് എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അതർവൈസ് ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ. അവർ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല, എസ്പെഷ്യലി ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എൻ്റെ ഐ ഗെറ്റ് അപ്പ് അറ്റ് 5:35 ഡെയിലി ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യുക, ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ട്രൈ ടു സ്ലീപ്പ് ഏർലി അഗെയിൻ. ഇതന്നെ ഈ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തന്നെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഒരു സോഷ്യലൈസിങ് ഒന്നും അങ്ങനെ പോസിബിൾ. ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഉറങ്ങാനിപ്പോൾ താമസിച്ചാലും എനിക്കും അതാണ് പ്രശ്നം. ഞാനിപ്പോൾ 2 മണിക്ക് ഉറങ്ങിയാലും 5 മണിക്ക് ഓട്ടോമാറ്റിക്കലി എണീക്കും. ഞാൻ 4 മണിക്ക് ഉറങ്ങിയാലും 5 മണിക്ക് എണീക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഒരു 10-10:30 ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങണം. ഉറങ്ങിയില്ല പിന്നെ 8 മണിക്ക് ശേഷം വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ചേട്ടന്റെ ഗരുഡൻ സിനിമ നേരത്തെ പറഞ്ഞല്ലോ, ആഫ്റ്റർ 11 or 12 years തമിഴ് മൂവി റിലീസ് ആവുകയാണ്. സോ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അത് ഫാന്റാസ്റ്റിക്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഫാന്റാസ്റ്റിക് ടീം. ഞാൻ വെറുതെ പറയില്ല. ഡയറക്ടറിൻ്റെ ഒപ്പം ഞാൻ വേറൊരു സിനിമ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡയറക്ടറായി മാറി പുള്ളി. വ്യക്തി എന്ന നിലയിലും മോർ ദൻ വ്യക്തി, ടെക്നീഷ്യനായിട്ട് ഈസ് ലൈക്ക് ടോപ്പ് നോച്ച്. പിന്നെ ശശികുമാർ സാർ ഐ തിങ്ക് ഈസ് ലൈക്ക് എ ബ്രദർ ടു മീ നൗ. സൂരി സാർ, അവരും ഗംഭീര റാപ്പുമായിരുന്നു. ഈ 3 പേരുമായിട്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ ഉണ്ടായത്. വെട്രിമാൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് തമിഴിൽ നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും ആ സിനിമ. ഞാൻ ഭയങ്കര ആൻറ്റിസിപ്പേറ്റ് ചെയ്ത സിനിമയാണ്. അപ്പം പിന്നെ എനിക്ക് ഈ ഡയറക്ടറിൻ്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. എതിർനീച്ചൽ, കൊടി, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഇത് വന്നപ്പോൾ ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. ബിക്കോസ് ഞാൻ ഒരു നല്ല ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വേറെയാണെന്നും റിയലൈസ് ചെയ്തു ടോട്ടലി. സോ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചേട്ടാ, ജയഗണേഷ് സിനിമയുടെ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു പാക്കപ്പ് പറഞ്ഞപ്പോൾ ആ ഒരു ഫീൽ എന്തായിരുന്നു? കണ്ടന്റ് എന്തായിരുന്നു? പടം റിലീസാവുന്നവരെ ഞാൻ ഏർലി സെലിബ്രേഷൻ്റെ ആളല്ല. ബിക്കോസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അടുത്ത പരിപാടി സെലിബ്രേഷൻ അല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടൻ കുറെ ചലഞ്ചസ് പറഞ്ഞു, അതൊക്കെ ഫേസ് ചെയ്ത സിനിമ തീർന്നു. പാക്കപ്പ് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സിനിമ അവിടെ തീരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. സിനിമയുടെ വലിയൊരു വർക്ക് പിന്നീട് സ്റ്റാർട്ട് ആവുക. സോ ഷൂട്ടിംഗ് എപ്പോഴും ഒരു ഫോർമാലിറ്റിയാണ്. ഐ ഫീൽ സിനിമയുടെ ഷൂട്ടിംഗ് ഒരു ഫോർമാലിറ്റി മാത്രമാണ്. അത് എൻജോയ് ചെയ്യുക. സ്ട്രെസ് ഉള്ള കാര്യങ്ങൾ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനാണ്. പ്രീ പ്രൊഡക്ഷനിൽ ചിലപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്ത സിനിമ ഇല്ലാതാവും. പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ഷൂട്ട് വെച്ച സിനിമ ചീത്തയാവും. അപ്പോൾ ഈ 2 ഏരിയ ഭയങ്കര പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് നമ്മളിപ്പോൾ പ്രൊമോഷൻസ്, സിനിമ എങ്ങനെ പിച്ച് ചെയ്യണം, ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, പ്രൈമറി ഓഡിയൻസ്, എത്രത്തോളം നമുക്കിതിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, സിനിമ വിചാരിച്ച പോലെ തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മോസ്റ്റ് ഷൂട്ടിംഗ് ഇസ് വെരി റിലാക്സ്ഡ് ബേസിക്കലി. ചേട്ടൻ്റെ സിനിമകൾ ഭയങ്കര പ്രൊമോഷൻസ് ഭയങ്കരമായിട്ട് ചേട്ടൻ അതിൻ്റെ ഭാഗമാവാറുണ്ട്. അന്ന് തന്നെ നമ്മൾ മാളികപ്പുറം ലേറ്റ് നൈറ്റ് വന്നിട്ടാണ് നമുക്കൊരു ഇൻ്റർവ്യൂ തന്നിട്ട് പോകുന്നത്. സോ പ്രൊമോഷൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയ്ക്ക് നമ്മൾ എടുത്ത എഫേർട്ട് അത് കംപ്ലീറ്റ്ലി കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്നത്, അതായത് നല്ല സിനിമ ആൾക്കാരിലേക്ക് എത്തണം. ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സിനിമകൾ റിലീസാവുന്നുണ്ട്. സോ വൈ ജയ് ഗണേഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്, ഇന്ന് സിനിമ മാത്രമല്ല ഒരു സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ വളരെ എൻ്റർടൈനിങ് ആൻഡ് എൻഗേജിങ് ആയ കോണ്ടന്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ. സോ ടി വിയിൽ തന്നെ നല്ല. സോ സിനിമ തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുക എന്ന് പറയാൻ മാത്രം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാൻ ഐ തിങ്ക് വി ഹാവ് ടു ഡു സംതിങ്. പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാൽ സാറിനെ പോലെ ഒരു വലിയൊരു ആക്ടറിന് ഈ സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ണിമൂന്നിന് വന്ന് കാണുമെന്ന് ക്ഷണിക്കേണ്ട ഒരു സ്പേസിൽ തന്നെയാണ്. സോ ഗ്രാജുവലി ഈ സ്പേസ് അങ്ങനെയാണ്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ സിനിമകൾ നിങ്ങൾ കാണണമെന്ന് ഞാൻ ഇറ്റ്സ് മോർ ഓഫ് എന്താ പറയുക, നമ്മളിത്രയും സന്തോഷത്തോടെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് കാണുന്നവർ ക്ഷണിക്കാൻ മാത്രമേ ഞാൻ സമയം കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഞാൻ ഭയങ്കര സമയം കണ്ടെത്തി ഞാനിതിനു വേണ്ടി ഒരു ഭയങ്കര എഫേർട്ട് എടുക്കുന്നൊന്നുമില്ല.
ഇറ്റ്സ് ലൈക്ക് സംതിങ് ദാറ്റ് ഐ ഹാവ് ടു ഡു ബിക്കോസ് എൻ്റെ സിനിമയാണ്. ഇറ്റ്സ് എ ഹൈലി കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രി. ഇപ്പം തന്നെ ജയഗണേഷ് വർഷങ്ങൾക്ക് ശേഷം, പിന്നെ ആവേശം, ഈ 3 സിനിമകൾ ഇത് റിയലി ആൻറ്റിസിപ്പേറ്റഡ് ഡിഫറെൻറ്റ് ജോണറിൽ പെടുന്ന സിനിമകളാണ്. അപ്പോൾ അതിൽ എൻ്റെ സിനിമ ആൾക്കാർ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഞാൻ പറയുന്നു. ഓക്കെ. സോ ചേട്ടാ, നമ്മൾ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്. അതായത് റിവേഴ്സ് കാർഡ് എന്നാണ്, യൂനോ കാർഡിൽ ഉള്ള പോലെ റിവേഴ്സ് കാർഡ്. അതായത് ചേട്ടന് എന്നോടൊരു 3 ചോദ്യം ചോദിക്കണം. ഓക്കെ. വേർ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 10 years? എന്താണ്, മീഡിയ ഫീൽഡ് തന്നെ ആയിരിക്കുമോ അതോ സംതിങ് എൽസ്? എങ്ങനെയാണ്? നിങ്ങൾ എല്ലാ നടന്മാരുടെ അടുത്തല്ലേ ചോദിക്കുന്നത് 10 വർഷം ഇങ്ങനെ എന്ത് ചെയ്യും? ഇല്ല, ഞാൻ ചോദിക്കാറില്ല അത്. കാരണം എനിക്ക് അതിനെക്കുറിച്ച്, അതായത് ചേട്ടാ അതിനെക്കുറിച്ചൊരു ആൻസർ പറയാനാണെങ്കിൽ അതൊരു ഇലാബറേറ്റ് ആൻസർ ആയി പോകും. അതായത് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് അങ്ങനെ പോവാറില്ല. എന്താണോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അത് ഗ്രാബ് ചെയ്ത് പോവുക, നെക്സ്റ്റ് ലെവൽ നോക്കുക എന്നുള്ളതായിരിക്കും ചെയ്യുക. ഫെയർ എനഫ്. ഓക്കെ. പിന്നെ എന്താ പറയാ, ഏറ്റവും നല്ല 2 ചോദ്യം മതിയെങ്കിൽ 3 വേണോ? വിഷു ഓർമ്മകൾ എന്താണ് നിങ്ങളുടെ? ഹൗ വാസ് ഇറ്റ്? ഞാൻ ഗുജറാത്തിലായിരുന്നു, അപ്പോൾ എൻ്റെ വിഷു ഒക്കെ വെരി ഡിഫറെൻ്റ് ആയിരുന്നു. നിങ്ങളുടെ എങ്ങനെയായിരുന്നു? എൻ്റെ വിഷു ഓർമ്മ കണി കാണുക, അത് തന്നെ ആയിരിക്കും. അതായത് അമ്മ രാത്രിയിലെ വിളക്ക് കത്തിച്ചു വെക്കും, എന്നിട്ട് അമ്മ വന്ന് കണി കാണിക്കുക. കണി കാണുന്നതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഈ വിഷു കൈനീട്ടം കിട്ടിയത് എത്ര രൂപയാണ്? എനിക്ക് വിഷു കൈനീട്ടം കിട്ടിയത് 10 രൂപ. അത്രേ ഉള്ളൂ? അത്രേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ മഹിമ നമ്പ്യാരോട് ചോദിക്കണം. ആണോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷു കൈനീട്ടം കിട്ടിയത് എത്രയാണ്? മഹിമയ്ക്ക് ഒരു തവണ കിട്ടിയ വിഷു കൈനീട്ടവും എനിക്ക് കഴിഞ്ഞ 25 വർഷം കിട്ടിയ കൈനീട്ടവും തമ്മിൽ നോക്കുകയാണെങ്കിൽ മഹിമയ്ക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടി? അത് അവരോട് തന്നെ ചോദിക്കണം. മൂന്നാമത്തെ, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ആരാ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ? ഫേവറേറ്റ് ആക്ടറോ? ഫേവറേറ്റ് ആക്ടർ ഫഹദ് ഫാസിൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആവേശമായിരിക്കും ആദ്യം കാണാൻ പോകുന്നത്. ഞാൻ പോട്ടെ. അല്ല, ആവേശവും വിഷു റിലീസാണോ? ഇല്ല, ഞാൻ ജയഗണേശൻ കാണും, ആവേശവും കാണും. ജയഗണേശൻ ഒബ്വിയസ്ലി ഞാൻ കാണും. Okay, thank you so much. Okay, thank you so much. Yeah, chalo, happy wish you. Happy wish. Bye.